പരിശുദ്ധ സിംഹാസനത്തോടുള്ള അനുസരണത്തെ പ്രതി രക്തസാക്ഷിയായ വിശുദ്ധ ജോസഫാത്ത് പിതാവേ, എറണാകുളം അങ്കമാലിയിൽ അനുസരിക്കാൻ മടിയുള്ള എല്ലാ വിമത വൈദികർക്കും വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ എന്നാണ് വിശ്വാസികൾ തങ്ങളുടെ പ്രാർത്ഥനയിൽ പുതുതായി ചേർത്ത അപേക്ഷ. എല്ലാ ഇടവകക്കാരും ഇത് ചൊല്ലി തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിലും സഭയ്ക്കെതിരായ നീക്കങ്ങൾ വിമതർ അവസാനിപ്പിക്കട്ടെ എന്ന് മാത്രം. ഏകീകൃത കുർബാന അർപ്പിക്കാൻ എന്താണ് വികാരിമാർക്കുള്ള തടസ്സം? കോടതി വരെ ചോദിക്കുന്നത് ഇതാണ്. അതിരൂപതയിലെ പിതാക്കന്മാർ ഇക്കാര്യം ചോദിക്കുമ്പോൾ അസഭ്യവർഷവും അപവാദ വാക്കുകൾ കൊണ്ടുള്ള ആക്രമണവും നിരത്തിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങളും പിന്നെ അതിരൂപത അധിപന്മാരെ വരെ കടന്നാക്രമിക്കാനുള്ള വ്യഗ്രതയുമാണുള്ള വിമതന്മാർക്ക്. ഇതാ കോടതി നേരിട്ട് ചോദിക്കുമ്പോഴും ഇതുപോലെ അസഭ്യവർഷവും പൊട്ടിത്തെറിയും ഈ വിമതർ കാട്ടുമോ? വിമതരുടെ അടുത്ത കുൽസിത നീക്കം കീലികില പൊട്ടിയിരിക്കുന്നു. വിമതർ കോടതി കയറി കോടതി വിലപ്പെട്ട സമയം വരെ അനാവശ്യമാക്കി. ഒടുവിൽ വിമതരുടെ ഹർജി 8 നിലയിൽ പൊട്ടി. കോടനാട്, തോട്ടുവ, ഐമുറി, പെരുമ്പാവൂർ പള്ളികളിൽ സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാന അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം വിമത വൈദികരുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ മുൻസിഫ് കോടതി സമർപ്പിച്ച ഹർജി കോടതി തള്ളി. സഭയുടെ ഔദ്യോഗിക ഏകീകൃത കുർബാന അർപ്പണമാണ് ഇവിടെ നടക്കേണ്ടതെന്ന് മുൻസിഫ് കോടതിക്ക് വ്യക്തമായി മനസ്സിലായി. അങ്ങനെ കത്തോലിക്ക പള്ളികളിൽ കാനോൻ നിയമം അനുസരിച്ച് സഭ നിർദ്ദേശിക്കുന്ന കുർബാന അർപ്പണമാണ് നടക്കേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി എറണാകുളം വിമത വൈദികരുടെ ഹർജി തള്ളിയത്. ഇതിനിടെ തൃപ്പൂണിത്തുറ പള്ളിയിൽ കോടതി നിർദ്ദേശം തള്ളിയ വിമത വികാരിക്ക് കാരണം കാണിക്കൽ നോട്ടീസും കൊടുത്തു. ഈ മാസം 14 മുമ്പ് ഏകീകൃത കുർബാന അർപ്പിക്കാൻ ഇയാൾക്കുള്ള തടസ്സം എന്താണെന്ന് കോടതിയെ ബോധിപ്പിക്കണം. കോടതിയെയും സഭയും അനുസരിക്കാൻ പറ്റിയില്ലെങ്കിൽ വികാരി വേറെ പണിക്ക് പോകണമെന്നാണ് ഇപ്പോൾ വിശ്വാസികളുടെ പക്ഷം. അതുതന്നെയാണ് കോടതിക്കും ബോധ്യമായത്. കൃത്യമായി വിമതരും ആൽമാരും വികാരിമാരും ചേർന്ന് തന്നെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കോടതി സമീപിച്ചത്. കോടനാട്, തോട്ടുവ, ഐമുറി, പെരുമ്പാവൂർ ഇടവകളിലെ കൈക്കാരന്മാരും ചിലരും പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് ജനാഭിമുഖ കുർബാന തുടരാൻ അനുവദിക്കണമെന്ന് ഹർജി നൽകിയിരുന്നു. മേൽപ്പറഞ്ഞ ഇടവകളിലെ വികാരിമാരും ജനാഭിമുഖ കുർബാന തുടരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമുഖ അഭിഭാഷകൻ മുഖേന കോടതി മുമ്പാകെ സത്യവാങ്മൂലം അവരും ഫയൽ ചെയ്തു. ഇരു കൂട്ടരും കോടതിയെ കബളിപ്പിച്ച് ഉത്തരവ് വാങ്ങിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ കോടനാട് ഇടവകയിൽ നിന്നും 14 പേരും തോട്ടുവ ഇടവകയിൽ നിന്നും 3 പേരും ഈ കേസിൽ അഡ്വക്കേറ്റ് സാബു പി ജോസഫ് മുഖേന കക്ഷിയേറുകയും ഒരു കാരണവശാലും ഇടവകകളിൽ ജനാഭിമുഖ കുർബാന അനുവദിക്കരുതേ എന്ന് വാദിക്കുകയും ചെയ്തു. ഈ വിമതരുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയ കോടതി അങ്ങനെ വിമതരുടെ ഹർജി തള്ളിക്കളഞ്ഞ് തീർപ്പാക്കി. ജൂലൈ 3 ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന ചൊല്ലാനുള്ള മാർപ്പാപ്പയുടെ നിർദ്ദേശം വന്നപ്പോൾ അതിനെതിരെ ഒരു രൂപതയിലും വിശ്വാസികൾ പ്രതിഷേധിച്ചില്ല എന്നതാണ് വസ്തുത. കാരണം വിശുദ്ധ കുർബാന വേണമെന്നല്ലാതെ അതെങ്ങനെ വേണമെന്നൊന്നും വിശ്വാസികളുടെ പ്രശ്നമല്ലായിരുന്നു. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും വൈദികരുടെ പിടിവാശി ജയിക്കാൻ അവർ വിശ്വാസികളെ പല തട്ടുകളാക്കി. വെറുപ്പിന്റെയും വൈരാഗ്യത്തിന്റെയും അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോയി. അങ്ങനെ സ്വന്തം അതിരൂപതയെ സഭയിലും പൊതുസമൂഹത്തിലും അപമാനപാത്രമാക്കി. ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും വൈദികർക്കും അവരുടെ പിണികളുമായി പ്രവർത്തിക്കുന്ന സമര സംഘടനകളുടെ നേതാക്കന്മാർക്കും ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവർക്ക് ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുറച്ച് വൈദികർ മാത്രമാണ് പ്രതിഷേധവുമായി സഭാ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിലേക്ക് ആദ്യം കടന്നു കയറിയത്. പിന്നീട് ജനാഭിമുഖ കുർബാന മാത്രമേ അംഗീകരിക്കൂ എന്ന് ഇറ്റാലിയൻ ഭാഷയിൽ പോലും അവർ ബാനറുകളും പ്ലക്കാർഡുകളും പിടിച്ചു വത്തിക്കാനെ കാണിക്കാൻ. സ്ത്രീകളെയും കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ടുപോലും അവർ മുദ്രാവാക്യം വിളിപ്പിച്ചു, തെരുവിലിറങ്ങി. അതിരൂപതയിലെ ഓരോ ഇടവകയിലും അസംതൃപ്തരുടെ വിമത കൂട്ടായ്മകൾ ഉണ്ടാക്കി. അങ്ങനെ സഭാ നേതൃത്വത്തിനെതിരെ വെറുപ്പും വിദ്വേഷവും കുന്നായ്മയും പരത്തി. കൊന്തയും കുരിശിന്റെ വഴി നിരോധിക്കും എന്നൊക്കെ പച്ചക്കള്ളം പറഞ്ഞ് വിശ്വാസികളെയും കബളിപ്പിച്ചു. ഏറ്റവും ക്രൂരമായ പ്രവൃത്തി പ്രതിഷേധങ്ങളുടെ മറവിൽ കത്തോലിക്കർക്ക് പരിചിതമല്ലാത്ത അക്രമപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് സഭയോടൊപ്പം നിൽക്കുന്ന ദൈവഭയമുള്ള വൈദികരെയും വിശ്വാസികളെയും ഭയപ്പെടുത്തി, ഒറ്റപ്പെടുത്തി, ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അവരൊക്കെ നിശബ്ദരാക്കി കുറെ കാലത്തേക്ക്. എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ? ചില വൈദികരുടെ പിടിവാശി ജയിക്കാൻ. എന്തിനായിരുന്നു? സാമ്പത്തിക ലാഭം തന്നെയാണ്. പ്രാദേശികവാദത്തിലൂന്നിയ ദുരഭിമാനത്തിന് വേണ്ടി അവർ ചവിട്ടി വിധിച്ചത് സിറോ മലബാർ സഭയ്ക്ക് നേതൃത്വം നൽകേണ്ട സ്വന്തം അതിരൂപതയായിരുന്നു. തിരിച്ചറിവുകളും മാനസാന്തരവും വളരെ വൈകിയേ ചിലർക്ക് വരികയുള്ളൂ. അപ്പോഴേക്കും കൂട്ടിയാൽ കൂടാത്ത വിധം നഷ്ടം ഭീകരമായിരിക്കും. ഇത് തന്നെയാണ് അവരോടും പറയാനുള്ളത്, വിമതരോട്. ചിലർക്ക് ചിലരെ അല്ലെങ്കിൽ എല്ലാവരെയും കുറച്ചുനാൾ പറ്റിക്കാൻ പറ്റും. പക്ഷേ എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് ഇപ്പോൾ വത്തിക്കാൻ പറഞ്ഞ അതേ കാര്യം ഇപ്പോൾ ഇതാ ബഹുമാനപ്പെട്ട കോടതിയും പറഞ്ഞിരിക്കുന്നു. വൈദികർക്ക് കാനോൻ നിയമപ്രകാരം കുർബാന അർപ്പിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനവിടെ ഇരിക്കുന്നു എന്ന് തന്നെയാണ് കോടതി ചോദിച്ചിരിക്കുന്നത്.